إن الحمد لله الذي خلق الإنسان والأرض وجعل الظلمات والنور اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബാലിയിൽ മുഹമ്മദ് ഹാജി അവർകളെ, ഈ സമ്മേളനം ഇവിടെ നടത്താൻ യഥാർത്ഥത്തിൽ കാരണക്കാരനായ ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകളെ, ബഹുമാന്യനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, ബഹുമാന്യനായ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, അബ്ദുറഹ്മാൻ സാഹിബ് പോലെയുള്ള ബുദ്ധിജീവികളെ, പ്രിയമുള്ള എൻ്റെ അത്ഭുത ജീവിതങ്ങൾ എന്ന് പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുള്ള മഹാമനുഷ്യരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് എൻ്റെ ചുമതല. പരമകാരുണികന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു തരത്തിലുള്ള കുറ്റബോധവും അപകർഷതാബോധവും എന്നെ പിടികൂടുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഒരു പ്രസംഗ പരാജയത്തിലേക്ക് എന്നെ നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടും. അത്രമാത്രം കുറ്റബോധമുണ്ട്. അതിന്റെ കാരണം എന്ത് എന്ന് ഞാൻ പിന്നീട് പറയാം. ഇവിടെ 25 ജീവിതങ്ങളെ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ജീവിതങ്ങൾ ഷെയ്ഖ് സാഹിബ് പകർത്തിയെടുക്കുന്നത് കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. എല്ലാവരുടെയും അടുത്ത് ഓഫീസിലോ വീട്ടിലോ ചെന്ന് ഷെയ്ഖ് സാഹിബ് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അവരോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോട് അന്വേഷിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സാഹിബ് എന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ്, മനുഷ്യ സ്നേഹി എന്നുള്ള നിലയ്ക്കാണ് ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എംപതി എന്ന ഒരു വികാരമുണ്ട്. അത് സിമ്പതി പോലെയല്ല. സിമ്പതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നതിനെ, നിങ്ങളെ ആശ്വസിക്കണമല്ലോ, നിങ്ങളെ സഹായിക്കണമല്ലോ എന്ന് തീരുമാനിക്കുന്നതിനെയാണ് സിമ്പതി എന്ന് പറയുന്നത്. സിമ്പതി എപ്പോഴും നല്ലതല്ല. ചിലപ്പോൾ സിമ്പതി നമ്മൾ നിരാകരിക്കും. നിന്റെ സിമ്പതി ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയും. പക്ഷേ എമ്പതി എങ്ങനെയാണ്? എമ്പതി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖം സ്വന്തം ദുഃഖമായി അനുഭവപ്പെടുന്നതിനെയാണ്
നമ്മൾ എമ്പതി എന്ന് പറയുന്നു. അറബിയിൽ മുവാസാത്ത് എന്ന് പറയും. ആസ എന്നതാണ് അറബി അടിസ്ഥാന വാക്ക്. ആസൽ അബു ഇബ്നത്തിൽ ബാക്കിയ, സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ കരയുമ്പോൾ, പെൺകുഞ്ഞ് കരയുമ്പോൾ ആ പിതാവിന് അനുഭവിക്കുന്ന ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖമാണ് യഥാർത്ഥത്തിൽ മുവാസാത്ത് അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്നത്. ആ എമ്പതിയിൽ മുക്കി എഴുതിയിട്ടുള്ള ജീവ ചരിത്രമാണ് ഇവിടെ നമ്മുടെ മുമ്പാകെ ഇരിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം എൻ്റെ ദൗത്യം പുസ്തക പ്രകാശനമല്ല, മറിച്ച് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. 1980കളിലാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന സങ്കല്പവുമായി ഞാൻ വളരെ അടുത്തു പരിചയപ്പെടുന്നത്. പല പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംരംഭങ്ങളുമായി സഹകരിക്കേണ്ടി വന്നത്, പലരോടും ഒപ്പം ചേരേണ്ടി വന്നത്. പക്ഷേ അന്ന് ഞാൻ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ന് ഉള്ളവർ സംസാരിച്ചിരുന്നത്, രോഗികളായി കിടപ്പിലായവർക്ക്, അംഗഭംഗം ബാധിച്ച് കിടപ്പിലായവർക്ക്, അരക്കു താഴെ തളർന്നുപോയവർക്ക്, തലക്കു താഴെ തകർന്നുപോയവർക്ക്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ സമൂഹം ചെയ്തു കൊടുക്കണം എന്നതിനെ കുറിച്ചായിരുന്നു. സമൂഹം അവരെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട്, ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം ഇതിനെ മറ്റൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്, മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തളർന്നവർ യഥാർത്ഥത്തിൽ തളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രോഗികൾ യഥാർത്ഥത്തിൽ രോഗികളായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. രോഗികൾക്ക് ജീവിതം മടുത്തുപോയോ എന്നുള്ളതാണ് ചോദ്യം. ഈ പുസ്തകം ചോദിക്കുന്ന ചോദ്യം അതാണ്. പുസ്തകം ചോദിക്കുന്ന ചോദ്യം അതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ആകാശമല്ലാതെ മറ്റൊരതിർത്തിയുമില്ല. ആകാശത്തോടൊപ്പം നിങ്ങൾക്ക് ഉയരാൻ കഴിയും എന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഈ പുസ്തകം നൽകുന്നത്. അതായത് നിങ്ങളുടെ ചിന്തയെ തന്നെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹം ഇവർക്കെന്ത് ചെയ്തു കൊടുക്കും എന്നതല്ല ഇപ്പോൾ പ്രശ്നം. ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി അവർക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. പക്ഷേ അത് ഈ പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുന്നതല്ല. ഈ പുസ്തകം ആ ചിന്തയുടെ, ആ അനുഭവത്തിന്റെ, വഴികാട്ടലിന്റെ അനേക ജീവിതങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകം ഒരു പുതുയുഗം ആരംഭിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു പുതുയുഗം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകുന്ന 25 ജീവിതങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അവരെക്കുറിച്ച് പഠിക്കുവാനുള്ള പ്രേരണ, അവരെക്കുറിച്ച് അവരെ പോലുള്ളവരോ പഠിക്കുവാനുള്ള പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു ഒത്തുകൂടൽ ഇവിടെ നടക്കുകയാണ്. രാവിലെ മുതൽ 4 മണി വരെ നടന്ന പ്രകാശനമുണ്ടല്ലോ, ആ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ പ്രകാശനം. ഈ ജീവിതങ്ങളുടെ ആത്മപ്രകാശനമായിരുന്നു അത്. അവർ
കൂടെയുള്ളവരുടെ കണ്ണു തുറപ്പിക്കുകയായിരുന്നു. അത് വല്ലാത്ത ഒരു അനുഭവം. ഈ സമ്മേളനം നടക്കുന്നത് യെസ് അക്കാദമിയിൽ വെച്ചാണ്. ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു അക്കാദമിയാണിത്. ഇവിടുത്തെ പഠിതാക്കളിൽ എനിക്ക് വളരെ സുഹൃത്തുക്കളുണ്ട്. അവരെന്നെ തിരിച്ചറിയും. ചിലപ്പോൾ എൻ്റെ ജന്മദിവസം ഏതെന്ന് പറയും. ഞാൻ ഏത് ആഴ്ചയിലാണ്, ഏത് ദിവസമാണ് ജനിച്ചത് എന്ന് പറയും. എന്റെ ജീവിതത്തിന്റെ ചരിത്രം ഓർമ്മിച്ചു വെച്ച ആളുകളുണ്ട്. ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരൊത്ത മനുഷ്യരല്ല അവർ എന്ന് മാത്രമേ ഉള്ളൂ. ഒത്ത മനുഷ്യരെയാണ് നമുക്ക് ധാരാളമായി പരിചയമുള്ളത്. ജീവിതത്തിന്റെ ചില വിഷയങ്ങളിൽ വീക്ക്നെസ് വന്നുപോയ, എന്നാൽ അതിനപ്പുറത്ത് ഒരുപാട് ജീവിത മേഖലകളിൽ ഏത് മേഖലയിലാണോ കഴിവ് കുറഞ്ഞിട്ടുള്ളത് ആ മേഖലയുടെ കഴിവിന്റെ അളവോളം വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് എങ്കോണിച്ചു നിന്നു പോയവരാണവർ. ആ കഴിവുകളെ കണ്ടെത്തുക, ആ കഴിവുകളെ വളർത്തിയെടുക്കുക, ആ കഴിവുകളിൽ ആത്മവിശ്വാസം വളർത്തുക, ആ കഴിവുകളിലൂടെ അവരെ സോഷ്യലൈസ് ചെയ്യുക, ആ കഴിവുകളിലൂടെ അവരെ ആകാശത്തോളം ഉയർത്തുക എന്നുള്ളതാണ് യെസ് അക്കാദമിയുടെ ലക്ഷ്യം എന്നിവിടെ പറഞ്ഞു. ഇവിടുത്തെ അധ്യാപകന്മാരും ഇവിടുത്തെ മാനേജ്മെന്റും ഒരു കുടുംബം എന്ന വണ്ണം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് ഞാൻ പലതവണ സാക്ഷിയായിട്ടുണ്ട്. ഞാൻ പ്രശംസിക്കുകയാണ് ഈ വിഭാഗത്തെ, ഇതിനു വേണ്ടി ശ്രമിക്കുന്നവരെ. പടച്ചതമ്പുരാൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്ഥാപനം നമ്മുടെ ഒരു സ്വത്ത് എന്നുള്ള നിലയിൽ ഇതിനെ വളർത്തിയെടുക്കുവാൻ നമ്മൾ കഠിനമായി ശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നീട്ടിപ്പറയുന്നത് നല്ലതല്ലല്ലോ. ഈ പ്രപഞ്ചം മനുഷ്യനാവശ്യമായ എല്ലാ വിഭവങ്ങളുമുള്ള പ്രപഞ്ചമാണ്. ഭക്ഷണവും വെള്ളവും വായുവും വെളിച്ചവും മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും പ്രപഞ്ച സൃഷ്ടാവ് തന്നെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടാവ്. എന്തിനാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത്? മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ കൂടുതൽ പുഷ്കലമാക്കാൻ വേണ്ടിയാണ്, കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നാഗരികതകൾ സൃഷ്ടിക്കാനാണ്, ഇവിടെ സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കാനാണ്, ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനാണ്, ഇവിടെ സയൻസ് കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനാണ്, ഇവിടെ കലകൾ വികസിപ്പിക്കാനാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള കലകളെയും വികസിപ്പിച്ച് നാഗരികതകൾ കെട്ടിപ്പടുത്ത് സംസ്കാരങ്ങൾ ഉണ്ടാക്കി ഈ ഭൂമിയെ ശോഭയുള്ളതാക്കി തീർക്കുക എന്നതാണ് മനുഷ്യന്റെ ഉപകാരം, മനുഷ്യന്റെ ഉദ്ദേശം, സൃഷ്ടിയുടെ ഉദ്ദേശം. വസ്തമറക്കും ഫീഹ എന്ന് ഖുർആൻ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അതാണ് മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രകൃതിയോട് ഇണങ്ങുന്ന വിധത്തിലായിരിക്കണം, അത് മനുഷ്യന് ഉപകാരപ്പെടുന്ന ഇനത്തിലായിരിക്കണം, അത് ചില മൂല്യങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുള്ളതായിരിക്കണം. ദൈവിക ദർശനങ്ങൾ, ഡിവൈൻ ഗൈഡൻസ് ഈ പ്രക്രിയയെ, ഈ നാഗരികതകളുടെ വികാസത്തെ, ഈ സാംസ്കാരിക വികാസത്തെ മുന്നോട്ട് നയിക്കണം. ഇതാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ലക്ഷ്യം എന്ന് പറയുന്നത്.
എന്നാൽ നമ്മൾ ഓരോ മനുഷ്യരിലും ഇതേ രീതി തന്നെയാണ് സൃഷ്ടാവ് അവലംബിച്ചിട്ടുള്ളത്. പടച്ചവൻ നമുക്ക് പലതരത്തിലുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള കഴിവുകൾ. ആ കഴിവുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആ കഴിവുകളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. കണ്ടെത്തി വളർത്തിയെടുക്കാനും അത് പുഷ്കലമാക്കാനും നമുക്ക് കഴിയും. പക്ഷേ അതിന് നാം തന്നെ അധ്വാനിക്കണം. അതിന് മറ്റൊരാൾ അധ്വാനിക്കുകയില്ല. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ, എന്റെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ, എന്റെ യോഗ്യതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ, എനിക്ക് ഈ സമൂഹത്തെ എങ്ങനെ സേവിക്കാൻ കഴിയും എന്ന് തിരിച്ചറിയാൻ, ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ നാഗരികതയ്ക്ക് എന്റേതായി എന്ത് സമർപ്പിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയാൻ എനിക്ക് മാത്രമേ കഴിയൂ. ചിലപ്പോൾ ചിലർ അതിന് ഗൈഡൻസ് തന്നു എന്നിരിക്കും. ആ തിരിച്ചറിവിലൂടെ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ജീവിക്കുന്ന കാലം ഈ ഭൂമിക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ 25 ജീവിതങ്ങൾ യഥാർത്ഥത്തിൽ അതാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ അശക്തരാണെന്ന് തോന്നാം, അവശരാണെന്ന് തോന്നാം. ഏതാണ്ട് എല്ലാവരെയും എനിക്കറിയാം. നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. തലക്കു താഴെ പൂർണ്ണമായി തളർന്നവർ, അരക്കു താഴെ തളർന്നവർ, പാർശ്വലി തളർന്നവർ, മെന്റലി ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടം കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളിലായി പ്രസരിപ്പിച്ചിട്ടുള്ള ഒരു പ്രകാശമുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ട്. ആ പോസിറ്റീവായ എനർജി അവരെ തിരിച്ചറിഞ്ഞതുകൊണ്ടും അവരുടെ യോഗ്യതകൾ വളർത്താൻ ശ്രമിച്ചതുകൊണ്ടും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതുകൊണ്ടുമാണ്. ഇത് ഇത്തരത്തിലുള്ള അവശതകൾ ഇല്ലാത്തവരുടെ മുമ്പാകെ ഒരു ചോദ്യചിഹ്നമാണ്. അവശതകൾ ഇല്ലാത്തവരുടെ മുമ്പാകെ ഉള്ള ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് കൈകാലുകളുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളുടെ ശരീരം ചലിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിതം അത്ര തന്നെ അല്ലാഹു നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് പ്രധാനം. ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നു. ഈ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപകർഷതാബോധവും കുറ്റബോധവും ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുകൊണ്ട് ഞാൻ എന്തു ചെയ്തു? ഇതിന്റെ എത്ര ഇരട്ടി എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുവാൻ ഇതെനിക്ക് അവസരം നൽകുന്നു. അതെന്നെ കൂടുതൽ നമ്രശിരസ്കനാക്കുന്നു, തലകുനിപ്പിക്കുന്നു. എനിക്കൊരു തരത്തിലുള്ള അപകർഷതാബോധം ഉണ്ടാക്കുന്നു, എനിക്കൊരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടാക്കുന്നു. പക്ഷേ നമുക്ക് ഉണരാൻ കഴിയും. 65 വയസ്സും കടന്നുപോയ ഒരു വയസ്സല്ല. നമുക്ക് ഉണരാൻ കഴിയും. ഇതുവരെ നേടാത്തത് പലതും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം നേടിക്കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു